രാവിലെ മൂക്കൊത്താതെ ബസ്സിൽ കയറാൻ പറ്റില്ല പ്രിയച്ചേ. അതെന്താ? ബസ്സിലേ മുഴുവൻ കുടിയന്മാരാണ്. അവര് പഠിക്കുമ്പോഴേ രാവിലെ കട്ടൻ ചായക്കോരെ കട്ടൻ ബ്രാൻഡിയാണ് കുടിക്കണത്. ഇന്നൊരുത്തരൻ്റെ കുണ്ടിക്കെട്ട് തോണ്ടി. എന്റെ ഈ കുണ്ടിക്കെട്ട് തോണ്ടിയവൻ എത്ര വല്ല തെണ്ടിയായിരിക്കണം. എന്റെ താണ്ടമ്മേ. സത്യേട്ടിന് കാർ എടുത്തിട്ട് പൊയ്ക്കൂടെ? എന്നെ ബാങ്കിൽ വിട്ടിട്ട് സ്കൂളിൽ പോയാൽ മതിയല്ലോ. എന്നിട്ട് വേണം നിന്റെ ബാങ്കിന്റെ വാതിക്ക വന്ന് നീ എപ്പോഴാ ഇറങ്ങണേന്ന് നോക്കി ഞാൻ ഇങ്ങനെ കാവല് നിൽക്കാൻ. ഇന്നെന്താ ഒരു പ്രത്യേക മണം? വീണ്ടും തുടങ്ങിയോ? ഓ എന്റെ അമ്മോ, സമ്മതിച്ചു. ഞാൻ അപ്പോഴേ രാജേന്ദ്ര മാസ്റ്ററോട് പറഞ്ഞതാ, ലോകത്ത് വേറെ ആരെ മറച്ചാലും എന്റെ ഭാര്യയെ മാത്രം മറയ്ക്കാൻ പറ്റില്ലെന്ന്. ഒന്നുമില്ല, മാഷുമാരെല്ലാം കൂടി ഒന്ന് ഒത്തുകൂടിയപ്പോ ഒറ്റ ബിയർ, ഒരു ബിയറിന്റെ മുമ്പിൽ ഇതങ്ങനെ ഒന്ന് ഇരുന്ന് കൊടുക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഭാസ്കരൻ എവിടെ? വന്നപ്പോ മുതൽ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാ. മാഷേ, എന്റെ കെട്ടിയാൽ ഇതുപോലെ മുറുക്കി വെച്ചാണ് വരാറ് കേട്ടാ. ഭാസ്കരോയ്, നീ ഇവിടെ ആകെ തിരക്കിലാണല്ലേ? ആണോ? പിന്നെ നിനക്കൊരു കാര്യം കേൾക്കണം. എന്താ? അച്ഛൻ ഈ കമ്പ്യൂട്ടർ പഠിക്കാൻ പോവാ. ശരിക്കും? ഈ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിന്റെ ഫുൾ ഇൻചാർജ് HM അച്ഛന്റെ തലയിലേക്ക് വെച്ച് തന്നു. കുട്ടികൾ വല്ല സംശയം ചോദിച്ചാ അറിയില്ല, അത് പറയാൻ പറ്റില്ലല്ലോ. അതെ, ഇനി നീ വേണം അച്ഛന്റെ സംശയങ്ങളൊക്കെ തീർത്തു തരാൻ. നീ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടോ? ആണോ? എന്റെ സ്കൂളിലെ എല്ലാവർക്കും. അതെയാ? ഇതില് നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഒരു 500 പേരുണ്ടോ? ആണോ? 500 പേരോ? എന്റെ ദൈവമേ, അച്ഛനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആകെ കൂടി ഒരു 6-7 സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എങ്ങനെയാ മക്കളെ ഇതിനകത്തൊരു അക്കൗണ്ട് തുടങ്ങുന്നത്? ഈസിയാ. അച്ഛന് വേണോ? അല്ല, വേറൊന്നുമല്ല, ഇത് ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലാതെ ഈ ഫേസ്ബുക്ക് വഴി പറഞ്ഞു തരാന്ന മാഷ് പറഞ്ഞു, അതുകൊണ്ടാ. ഫസ്റ്റ് ഒരു ഫോട്ടോ എടുക്കട്ടെ. ആണോ? ഒരു മിനിറ്റ്. ചിരിക്കണേ. ചിരിക്കാം. ഓക്കേ. ഇന്നെന്താണാവോ പതിവില്ലാതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ? സത്യനാഥൻ നായർ. ഇത്രേ ഉള്ളോ? അപ്പം മോനെ അപ്പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്ക്, അച്ഛനതൊക്കെ ഒന്ന് നോക്കട്ടെ. ചെല്ലേ. ജിലൻ രാജു വന്നല്ലോ. സത്യാദമാശ് ഫേസ്ബുക്കില് പുള്ളി എനിക്കിപ്പോ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. നമ്മൾ വിചാരിച്ചേക്കാളും സ്പീഡാണല്ലോ ഗഡി. നമുക്ക് പുള്ളി കിട്ടിട്ട് പണി കൊടുത്താൽ. എന്ത് പണി? ഇന്ന് കുളിയൊന്നുമില്ലേ? വരണോ? കള്ളൻ ഇത്ര നാളും പിടിതരാതെ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ മാഷേ. FBയിലായതുകൊണ്ട് വളച്ചു കിട്ടില്ലാതെ പറയാം, എനിക്കൊരുപാട് ഇഷ്ടം. പിന്നെ ഒരു കാര്യം, ഈ ഷർട്ടും മുണ്ടും തന്നെ എന്നും ഇടണമെന്നില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ജീൻസും ടീഷർട്ടും ആവാം. യു ലുക്ക് മോർ. വരണു കേട്ടോ. വേണ്ടടാ, അതിനെ വെറുതെ വിട്ട് വിടാ, ഒന്ന് കറക്കി എടുക്കട്ടെ. എടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ മാഷ് അത്ര മണ്ടനൊന്നുമല്ല. ഇതിന്റെ പുറകെ നമ്മൾ ആ നാള് നോക്കിന്ന് ഉറപ്പാണ്. ചോദിച്ച സമ്മതിക്കാതിരുന്നാ പോരെ? നീ ചാറ്റി. ഒരു പെൺകുട്ടിയാണെന്ന് മാത്രം പറയാം.
ആലോചിച്ച് നോക്കും മാഷെ. ഒന്നുമില്ലെങ്കിലും കുറെ നാൾ ഞാൻ ആ കണ്ണിൽ നോക്കിയിരുന്നല്ലേ. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നാളെ രാവിലെ 7 മണിക്ക് FBയിൽ വാ, അപ്പ പറയാം. ഗുഡ് നൈറ്റ്. ദേ ഭാസ്കറിന് വിശക്കുന്നൂന്ന്, കുളിച്ചിട്ട് വന്നാ കഴിക്കാം. വന്നു വന്നു വന്നു. ആരാ? മാഷ? ഹലോ ഹലോ, ഞാൻ മാഷ. ഹലോ ജിലൻ ഇപ്പോ വീട്ടിലാണോ? ഹലോ ഇല്ല 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 മാഷേ. ഹലോ, ഞാൻ തിയേറ്ററില. തിയേറ്റർ അച്ഛ എനിക്ക് വിശക്കുന്നു. വന്നു 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 വന്നു. ഒരു മിനിറ്റ് മോനെ, ഒന്ന് മാറി. അച്ഛ പ്ലീസ് ഞാൻ ചെയ്യണം. അത് ഇത് കഴിഞ്ഞിട്ട് ചെയ്തോ മക്കളെ. പ്ലീസ് അച്ഛനെ കുറച്ച് നേരം മതി. ഒന്ന് മാറൂ പ്ലീസ്. എണിച്ചു പോടാ. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ ഇപ്പൊ തരാൻ ഒരു 5 മിനിറ്റ് ഓടാ അവിടുന്ന്. സോറി മാഷെ, 7:30 ഇറങ്ങിയാലേ സ്കൂളിൽ എത്താൻ പറ്റും. രാവിലെ തന്നെ എന്താ ഇതിന്റെ മുന്നിൽ? ഒന്നുമില്ല, ചുമ്മാ വേറെ ജോലിയില്ല. അമ്മേ, സോറി. മാഷ എന്താ മാഷേ? ഹായ്. മാഷേ കുറച്ച് തിരക്കുണ്ട്, പോകട്ടെ. ഓ പ്ലീസ്. മാഷേ. മാഷേ ഹായ്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ. ഓ ഇത് സത്യനാഥൻ മാഷ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡന്റാ. ഹായ്. മാഷേ, ഇത് ജൂലിയൻ, അമലിന്റെ ഫിയാൻസിയാ. ഓ നമസ്കാരം. ഹലോ. മാഷേ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, നീ ചെല്ല്. ബൈ. ബൈ. ചിക്സിനെ നോക്കുമ്പോ ഇത്ര ആർത്തി പാടില്ല. ശേ, എന്താ ജില്ല, ഞാൻ വെറുതെ പിന്നെ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാര്യം ഞങ്ങൾ ഇതൊക്കെ തന്നെയാ ചെയ്യുന്നത്. പക്ഷേ മാഷെ, ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതിനൊരു സ്റ്റൈലുണ്ട്. അതായത് നമ്മൾ ആദ്യം ഇവരുടെ കണ്ണിൽ മാത്രമേ നോക്കാവുള്ളൂ. കണ്ണിൽ നോക്കി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവരിലേക്ക് നമ്മൾ നല്ല ഡീസന്റ് പാർട്ടീസാണ്. അപ്പൊ അവരവരുടെ കണ്ണ് നമ്മുടെ കണ്ണിൽ തന്നെ എടുക്കും. ആ സമയം കൊണ്ട് ടപ്പേന്ന് നമുക്ക് വേണ്ട ഭാഗമൊക്കെ നോക്കി തീർത്തോളൂ. പക്ഷേ പിടി കൊടുക്കരുത്, സംജാ? ഓ ഗുരു, സമ്മതിച്ചു. സാരമില്ല. എങ്ങനൊരു റിയൽ കോഴി ആകണമെന്ന് ഞാൻ മാഷിനെ പഠിപ്പിച്ചുതരാം. അല്ല, ഇന്നെന്ത് നേരത്തെ? ഇന്നലെ രാത്രി ഞാൻ വിളിച്ചില്ലേ, അത് തന്നെ കാരണം. FBയിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു. ആദ്യം നിങ്ങളാരെ പറ്റിക്കാൻ വേണ്ടി അയച്ചാന്നാ ഞാൻ വിചാരിച്ചത്. അല്ല, ഇന്ന് രാവിലെയും അത് കൃത്യമായിട്ട് വന്നു. മലയാളത്തിലാണ് അയക്കുന്നത്. എനിക്കാണെങ്കിൽ ഇതുമായിട്ട് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് റിപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല. ആരാ മാഷിനെ അക്കൗണ്ട് തുടങ്ങാൻ സഹായിച്ചേ? മോൻ. അപ്പൊ പാസ്വേഡോ? അത് ഞാൻ തന്നെ. അതവന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പൊ അതൊക്കെ അറിയാം. മാഷ് നോക്കോ, വിതിൻ 3 വീക്സ് മാഷിനെ ഞാൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിലെ പുലിയാക്കി മാറ്റും.